കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്റർനെറ്റ് ഇസ്ലാമിൻ്റെ കഥ കഴിക്കും എന്ന് വളരെയധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്ങനെങ്കിലും മുസ്ലിങ്ങളുടെ നോമ്പൊക്കെ അശാസ്ത്രീയമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി AI ചോദിച്ചു. എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. AI ചോദിച്ചിട്ട് കുറേ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. AI ലൈവായിട്ട് ചോദിച്ചിട്ട് പണി വാങ്ങിയ ആളുകൾ. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അങ്ങനെയുള്ള ഈ നമ്മുടെ രവിചന്ദ്രന്റെ കുറച്ച് ഫാൻസ് AI ചോദിച്ചു. അപ്പൊ സ്വാഭാവികം. AI പറഞ്ഞത് മുസ്ലിങ്ങളുടെ നോമ്പ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായി കുറെ ഗുണങ്ങൾ ഉള്ളതാണെന്നൊക്കെ പറഞ്ഞു. എടാ അങ്ങനെ ഉറക്കനെ പറയില്ലടാ, അതിന് ഫീലാവും. നീ വിഷമിക്കാണ്ടിരി, എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. നമ്മൾ ആദ്യം തന്നെ പറയട്ടെ, മുസ്ലിങ്ങൾ നോമ്പ് നോൽക്കുന്നത് ശാസ്ത്രീയമായി ഗുണം കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല, സ്രഷ്ടാവിനുള്ള സമർപ്പണമായിട്ടാണ്. ഗുണങ്ങൾ ഉണ്ടെന്ന് ഉത്തരത്തെ എങ്ങനെയാണ് ആ ഒരു കാര്യം ഡീൽ ചെയ്യാന്നുള്ളതിന്റെ സാറേ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് AI പറഞ്ഞിട്ടുള്ളത്. ബെസ്റ്റ്. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. ആകെ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ രവി സാർ അതിന് കൃത്യമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഇനി കേൾക്കണം. As when I searched different chat boards, they all said that Islamic fasting is good for health. Do you think that they are biased? ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. ഇസ്ലാമിക് ഈ ചാറ്റ് ബോർഡുകളിൽ AI ചെന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വിജയിക്കാമെന്ന് കരുതരുത്. കരുതരുത്, അത് അനുഭവത്തിൽ നിന്ന് പറയുന്നത്. കാരണം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ശ്രമിച്ചാൽ മക്കളെ ചെയ്തു പോകരുത്. നിങ്ങൾ ആരിഫിന്റെ അജടിയായിട്ട് നമുക്ക് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ആരിഫിന്റെ AI ഒരു ചമ്മൽ എന്നുള്ളത്. ഞാൻ മനസ്സിലാക്കി മൂപ്പരും ഒറ്റക്ക് റൂമിൽ നിന്നിട്ട് പരിപാടി ചെയ്തിരിക്കണമെന്നാണ് പറഞ്ഞത്. നമുക്ക് ഈ കണ്ട നാലുകാട്ടൊന്ന് സ്ട്രീറ്റിൽ കിടന്ന് ഫൈറ്റ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാ. അത് അന്തസ്. നിന്റെ തന്ത വലിയ മൈസ്ട്രേറ്റ് ആയിരുന്നല്ലോ. പക്ഷെ കുറച്ച് ബുദ്ധിയുണ്ട്. ചെയ്തില്ല. ആരിഫ് പിന്നെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു, ആകെ കുടുങ്ങിപ്പോയി. ആ ഫ്ലാഷ് ബാക്കിന്റെ ആദ്യത്തെ കുറെ ഭാഗം ഞാൻ തന്നെ പറയാം. ഈ വിൽ പ്ലിങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കുറച്ച് കോമഡിയാണ്. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ ചോദിച്ച ചോദ്യം ബേസിക് ആയിട്ട് നിങ്ങൾക്കും ആർക്കും വേണമെങ്കിൽ ചോദിക്കാവുന്നുള്ളൂ. ഇത് ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കുമ്പോ അവർ ഓപ്ഷൻസ് അവരെ കുറിച്ച് ഉത്തരം പറയും. എന്താ പറയാൻ പോണേ നോക്കാം. If you are forced the question down to which major scripture contains the largest quantity of harshest descriptions of divinely sanctioned violence, the answer most scholars point to is Hebrew Bible. ഇതല്ല നമുക്ക് വേണ്ട ഇതല്ലോ, നമ്മൾ ഇതല്ല വിചാരിച്ച്. ലൈവിൽ ഇത്ര മനുഷ്യന്മാരുടെ മുന്നിൽ ഇത്ര കോൺഫിഡൻസ് നിക്ക് ഞാൻ ലൈവ് ഓപ്പൺ ആക്കാം. മോസ്റ്റ് സ്ക്രിപ്ചർ വൈസ് എന്നൊക്കെ എഴുതിയിട്ട് ഇത് ഫ്രീ ആയതിന്റെ കുഴപ്പമാണ് കേട്ടോ. എന്റെ മറ്റേ വേർഷനിൽ ഇങ്ങനെയൊന്നല്ല പറയാറ്. ആണോ? Afraid of Islam. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കൊറേ സമയമായിട്ട് കളിയാക്കണ്. ഒരു ചാറ്റ് ബോട്ടിനോട് ചോദിക്കണം നിങ്ങൾക്ക് ഇസ്ലാമിനെ പേടിയാണോ? അപ്പൊ നീ ആത്മാർത്ഥമായിട്ട് മണ്ടനാണല്ലേ? ഈ നാട്ടിലെ മറ്റേ ഇസ്ലാമിനെ പറ്റി പോസിറ്റീവ് പറയുന്ന ആൾക്കാരോട് പറയില്ല, നിങ്ങൾ ഇസ്ലാമിനെ പേടിച്ചിട്ടാണോ പോസിറ്റീവ് പറയുന്നത്? നെഗറ്റീവ് പറയൂ. അതേപോലെ ചാച്ചിക്കൊണ്ടിരിക്കണേ, നിങ്ങൾക്ക് പേടിയായിട്ടാണോ? ശവത്തെ കുത്തരുത്. മുഖത്തൊന്ന് നോക്കിക്കളെ. Men don't cry. Don't cry. ധൈര്യം നിൽക്കുന്നില്ലല്ലോ. അപ്പം AI എന്ത് ഇസ്ലാമിനെ കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞതിന് അപ്പുറത്തേക്കുള്ള കുറച്ച് സത്യങ്ങളൊക്കെ അത് പറഞ്ഞാലോ. നമ്മൾ നാളെ എടുത്തോണ കേട്ടാ. നിങ്ങൾ ചെയ്തു നോക്ക്. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കണം. നിങ്ങൾ വേറെ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്ക്. മുഹമ്മദിനെ കുറിച്ചൊക്കെ ഓരോന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് ഈ ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഞാനത് ഓർത്തില്ല. ഇനി അബദ്ധം പറ്റില്ല. ഈവൻ വിക്കിപീഡിയ പോലും ഇത് വലിയ തോതിൽ ഇൻഫെസ്റ്റഡ് വിത്ത് ഇതാണ്. പണ്ട് വിക്കിപീഡിയ എന്നൊക്കെ പറയുന്നത് വളരെ ഔദ്യോഗികവും
അതെ, അത് വളരെ ആധികാരികമായ ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം സാറ് മൊത്തം അതായിരുന്നു ഉപയോഗിച്ചത്. മാത്രല്ല നിരീശ്വരവാദികൾക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടായല്ലോ. അപ്പം രവിന്റെ ഓപ്പോസിറ്റ് ടീം രവിനെ വിളിച്ചിരുന്നു വിക്കി രവി എന്നായിരുന്നു. ഞാൻ ചിരിച്ചു പോയനെ. വിക്കി രവി കാരണം മൊത്തത്തിൽ എല്ലാ വിക്കിപീഡിയ അതേപോലെ കോപ്പി അടിച്ചിട്ട് അങ്ങനെ മക്കളെ ഞാനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇത് അങ്ങനത്തെ കാലം കൊമ്പൊക്കെ ചെങ്കിസ് ഖാന്റെ ഫോട്ടോ എടുത്തിരുന്നു. ചെങ്കിസ് ഖാൻ എന്ന മൗലവിയാകും പേര് മനസ്സിലാക്കി. ഈ കോമ്പ് ഉണ്ടല്ലോ, ആ കൊമ്പ് രവി എന്നുള്ള കൊമ്പ് പേര് രവി വന്നു. പിന്നെ എന്താ സംഭവം പറ കേക്കട്ടെ. ഒരു സമുദ്രജീവിയുടെ കൊമ്പ് ഇതിനകത്ത് കട്ട് ചെയ്ത് ഇടാറുണ്ട് വൈഫ്. മുറിച്ചിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ അജിനോമോട്ടോ കണ്ടെത്തുന്നതിലേക്ക് എത്തുന്നതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ സംഭവം അതല്ല. കോമ്പു എന്ന ഈ സീവീഡിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരം സീവീഡിന്റെ പേരാണ് ആ സംഭവം, കോമ്പു. തങ്കക്കുറവേ നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഹൈഡ്രജൻ ബലൂണൊക്കെ ചിലപ്പോൾ അങ്ങനെ കിട്ടിയതാണോന്ന് അറിയില്ല. ചെന്ന് നിന്റെ തലക്കകത്തിരിക്കുന്ന രഹസ്യം പരസ്യമാക്കിട്ട് വാ. നിങ്ങൾക്ക് വേണേ സ്പേസിൽ പോകാൻ ഹൈഡ്രജൻ ബലൂൺ ഉപയോഗിക്കാം. ഒരു ബലൂണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പേസിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. ഡ്രൈവർ വണ്ടി എടുത്തോളൂ, ദൗത്യം പാലി. അവന് തലക്കകത്തൊരു കോപ്പമില്ല. അങ്ങനെ ഇഷ്ടംപോലെ ആധികാരികമായ വിവരങ്ങൾ കിട്ടിയത് വിക്കിപീഡിയ എന്നായിരുന്നു. അങ്ങനെ കിട്ടുന്നില്ല പ്രശ്നം. ഇപ്പൊ നോക്കുമ്പോ വിക്കിപീഡിയ മൂപ്പർക്ക് വേണ്ട രൂപത്തിൽ കിട്ടാത്തപ്പോ വിക്കിപീഡിയയും പ്രശ്നമാണ്, AI-യും പ്രശ്നമാണ്, ഒക്കെ ഒഴിവാക്കുന്നത്. സകലകലാവല്ലഭൻ പക്ഷെ വകരുവ് വട്ടപൂജ്യം. മൂപ്പർക്ക് അറിയാം കുറെ വിഷയങ്ങൾ. ഈ അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, വിക്കിപീഡിയ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ചാറ്റ് ബോർഡ് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് അവ ശരിയാവുക. കാരണം അത് ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വിക്കിപീഡിയ ആധികാരിക അല്ലാന്ന് രവിനോട് കുറെ കാര്യം പറഞ്ഞ് നമ്മൾ മടുത്തതാണ്. ഇയാളെന്താ പറയണത്, ഞാൻ കുറെ വേൾഡ് വ്യൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്ന് ചോദിക്കരുത്. അതിനോട് ഓപ്പോസിറ്റ് ആണ് ഐസോങ്ങൾ അതിന് ഒഴിവാക്കണം, അത് ഇസ്ലാം ലെഫ്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കിയ ലോകവീക്ഷണത്തിനെതിരാണ് UN, ഞാൻ മനസ്സിലാക്കിയ ലോകവീക്ഷണത്തിനെതിരാണ് വിക്കിപീഡിയ. സോ നിങ്ങൾ എന്ത് ചെയ്യാൻ അതിനോട് ഒഴിവാക്കണം. സിംപ്ലി ഞാൻ എന്ന് പറയുന്ന മഹാൻ മനസ്സിലാക്കിയ ഈ ലോകവീക്ഷണം, ഞാൻ അത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, നമ്മളുടെ കൂട്ടത്തിനിടയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എതിരാണ്. ആലോചിക്കും, ഞങ്ങൾ മാത്രം ശരി, ലോകം മൊത്തം തെറ്റ്. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഞങ്ങൾക്ക് മുസ്ലിങ്ങളോട് ഒരു എതിർപ്പുണ്ട്, അതുകൊണ്ട് ഒരു നിലക്കും അത് അംഗീകരിക്കൂല. AI പറ്റൂല, വിക്കിപീഡിയ പറ്റൂല, ശാസ്ത്രം പറ്റൂല എന്ന് പറയുന്ന ആ ഒരു രീതി ശരിയല്ല. ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ